ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ കോ ബ്രാഞ്ചായിട്ടുള്ള ഷോപ്സിന്ന് വാങ്ങിച്ച ഒരു ദുപ്പട്ട പാൻറ്റ് വിത്ത് കുർത്തി സെറ്റാണ്. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചത് 457 റുപ്പീസിനാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിന് 385 ഉള്ളൂ. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോ. പിന്നെ നമുക്ക് ഒരു കോട്ടൺ മെറ്റീരിയലാണെന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കോട്ടൺ ഒന്നുമല്ല, ഒരു പോളിസ്റ്റർ മിക്സായിട്ടുള്ള രണ്ട് ഫാബ്രിക് മിക്സായിട്ടുള്ളതാണ്. ഒരു നൂല് പൊങ്ങുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ പാൻറ്റിൻ്റെ അറ്റത്ത് നമുക്കൊരു ബെൽ ബോട്ടമാണ് വരുന്നിട്ടുള്ളത്. അപ്പോൾ പാൻറ്റിൻ്റെ അറ്റത്ത് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ പോർഷനിൽ ഒരു സൈഡിൽ ബെൽറ്റും ഒരു സൈഡ് ഇലാസ്റ്റിക്കും കൊടുത്തേക്കുന്നത്. പിന്നെ ഷോൾ വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽ അത്യാവശ്യം, പക്ഷേ ടോപ്പിനെക്കാട്ടി ലെന്താണ് വേണ്ടത്. ടോപ്പിനെക്കാട്ടി ലെന്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുരിദാർ ധരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ടോപ്പിൻ്റെ അത്രയും ലെന്ത് ഇല്ല ഞാൻ ഇട്ട് നോക്കിയപ്പോൾ. എന്നാൽ നല്ല വീതിയുണ്ട്, നല്ല വിഡ്ത്തുണ്ട്. പക്ഷേ ലെങ്ത് ഉണ്ട്, ഇല്ലെന്നല്ല, ലെങ്തിനെക്കാട്ടി വിഡ്ത്താണ് കൂടുതലും ഉള്ളത്. ടോപ്പ് വന്നിട്ടാണെങ്കിൽ നല്ല ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ സ്ലീവിന് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. രണ്ട് സ്ലീവിൻ്റെ അറ്റത്ത് നല്ല വീതിയിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഫാബ്രിക് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഡിസൈനിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് കുറച്ച് ഗ്യാപ്പിൽ ഒരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം സൈസുള്ളവർ ഒരു ലാർജ് സൈസ് എടുക്കണം. ഞാൻ ലാർജ് സൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ എംബ്രോയ്ഡറി വർക്ക് എല്ലായിടത്തും തന്നെ ഉണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത്. വി വിത്ത് റൗണ്ട് നെക്ക്, അതായത് ഒരു ചെറിയ വി പോലെ നടുക്ക് വെട്ട് വന്നിട്ട് ഒരു റൗണ്ട് ഡിസൈനിലാണ് നെക്കിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത്. രണ്ട് സ്ലീവിൻ്റെ അറ്റത്ത് നല്ല വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എംബ്രോയ്ഡറിയുടെ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് അവർ. പിന്നെ നല്ല അത്യാവശ്യം രസമുള്ള രീതിയിലാണ് ആ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു എലഗൻ്റ് ഒരു കാഷ്വലായിട്ടുള്ള ഒരു ഓഫീസ് വെയറിന് പറ്റിയൊരു ടോപ്പാണ്. നമുക്ക് ഫങ്ഷനും ഇടാം, പക്ഷേ എന്നാലും ഒരു കാഷ്വലായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു നമുക്കൊരു എലഗൻ്റ് ലുക്ക് തരുന്നുണ്ട് നമ്മളിത് ധരിക്കുമ്പോൾ. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു എലഗൻ്റ്. പിന്നെ നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന്. നല്ല ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്, അതാണ് എടുത്ത് പറയേണ്ടത്. നല്ല ലെങ്തും നല്ല സ്റ്റിച്ചിങ്ങും ആണ്. പിന്നെ നൂല് പൊങ്ങുന്ന ഒരു മെറ്റീരിയൽ ആണോ എന്ന് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. അത് ഞാൻ വെയർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ കണ്ടോ, നല്ല ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങിലാണ്. പിന്നെ എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ എനിക്ക് ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത്, അതായത് നമ്മുടെ ഷോളിന് ഇച്ചിരി കൂടെ ലെങ്ത് വേണമായിരുന്നു. അത്രയും വിഡ്ത്ത് ഉണ്ടെങ്കിൽ തന്നെയും, വിഡ്ത്ത് അത്രയും ഇല്ലെങ്കിൽ പോലും ലെങ്ത് വേണമായിരുന്നു. നല്ല വിഡ്ത്തുണ്ട്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ആ വിഡ്ത്ത് പാതി കട്ട് ചെയ്തിട്ട്, ഞാൻ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്, അപ്പോൾ പാതി കട്ട് ചെയ്തിട്ട് ലെങ്ത് കൂട്ടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഷോളിൻ്റെ കുറച്ച് ലെങ്ത് കൂട്ടാവുന്നതാണ്. പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിനായിട്ടാണ്. ബാക്കിൽ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലിറ്റ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തിലും നല്ല ഫിനിഷിങ്ങിലുമാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല ഒരു ഓവറോൾ. പിന്നെ ഷോളിൻ്റെ അറ്റത്താണെങ്കിൽ ഇങ്ങനെ ഒരു ലേസ് പോലത്തെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം ആ ലേസ് ഒരു ഭംഗിയില്ലായ്മ പോലെ തോന്നി. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. പിന്നെ നല്ലൊരു ബ്ലൂ കളറാണ്. അത്യാവശ്യം ഒരുപാട് എടുത്തു നിൽക്കുന്ന കളറല്ല. ഒരു ഓഫീസ് വെയറിനൊക്കെ പറ്റി ഒരു നോർമലായിട്ട് നമ്മളുമായിട്ടൊരു സിംപ്ലസ്റ്റായിട്ട് ചേർന്ന് പോകുന്ന ഒരു കളർ തന്നെ കേട്ടോ. പിന്നെ ആ പാൻറ്റാണെങ്കിലും അതിൻ്റെ ആ ടക്കിങ് ഒക്കെ വളരെ മുകളിൽ ഒരു ടക്കിങ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഹിപ്പിൻ്റെ പോർഷനിൽ നല്ലൊരു ടക്കിങ് ഒക്കെ കൊടുത്ത് നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും ഒരു ഓപ്പണിങ് അവരിട്ടിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ അറ്റത്ത് പിന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കകത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ അറ്റം ലോക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ലോക്കിങ് വന്നിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ഹിപ്പ് പോർഷനിൽ ഒരു സൈഡിൽ ബെൽറ്റ് മോഡലും ബാക്ക് സൈഡിൽ ഒരു ഇലാസ്റ്റിക്കുമാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള സൂപ്പർ ടോപ്പാണ്.